രാത്രത്തിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ധർമ്മത്തില്, നമ്മുടെ ഹൈന്ദവ ധർമ്മങ്ങളിലോ അല്ലെങ്കിൽ ഈ ലോകത്തിൽ തന്നെ വെച്ച് ഏറ്റവും മഹത്തരമായിട്ടൊരു കർമ്മം എന്നാണ് നമുക്കതിനെ വിശേഷിപ്പിക്കാൻ പറ്റുക. കാരണം നമുക്ക് ഇന്ന് നമ്മളുടെ ഭാരതത്തിന്റെ ആയാലും ലോകത്തിന്റെ ആയാലും എല്ലാവിധ അറിവിന്റെയും ഉറവിടം എന്ന് പറയുന്നത് വേദങ്ങളാണ്. വേദത്തിൽ അടങ്ങാത്ത ഒന്നുമില്ല. എല്ലാ കാര്യങ്ങളും ഇന്നത്തെ മോഡേൺ സയൻസിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന പുതിയ പുതിയ പരീക്ഷണങ്ങളോ അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും വേദത്തിൽ ഉൾക്കൊണ്ടെന്നാണ് നമുക്ക് പറയാൻ പറ്റുക. ഇന്ന് ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് ഇന്ന് വേദത്തിൽ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ അതിൽ റിസർച്ച് ചെയ്തുകൊണ്ട് അതെല്ലാം സയന്റിഫിക്കലി ഇന്ന് പ്രൂവൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. വേദത്തിൽ പറയുന്ന ഒരു കാര്യമാണ് സർവസ്തവമ ഹതിരാത്രം ഉത്തമമഹർഭവതി. അതുകൊണ്ട് അതായത് ഈ എല്ലാവിധ ഇതിന്റെ സ്തുതിശസ്ത്രങ്ങളും എല്ലാ കാര്യങ്ങളും വരുന്ന അതിരാത്രം ഈ തരത്തിൽ പെട്ട കർമ്മങ്ങളിൽ ഏറ്റവും ഉത്തമമായിട്ട് മാറുന്നു. അതുകൊണ്ട് സംഭവിക്കുന്നത് സർവസ്യ ആപ്തിയായി, അതായത് നമ്മൾ ആഗ്രഹിക്കുന്ന എന്ത് കാര്യങ്ങളായാലും അത് അതിലൂടെ നേടിയെടുക്കാൻ സാധിക്കുന്നു. സർവസ്യ ജിത്യായി, അതായത് നമ്മൾ എല്ലാവിധ കാര്യങ്ങളെയും ജയിക്കുന്നു. അതായത് പ്രത്യേകിച്ച് നമ്മുടെ മനസ്സിനെ ജയിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. നമ്മൾ മനസ്സിനെ സ്വയം നമ്മൾ ജയിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അദ്ദേഹമാണ് ഏറ്റവും വലിയൊരു വ്യക്തി എന്ന് പറയണേ. സർവമേവ തേന ആപ്നോതി, എല്ലാം ലഭിക്കുന്നു, സർവം ജയതി. അതായത് ഇതിലൂടെ ശരിക്കും ഒരു ദൈവത്വം തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. ഈ സോമൻ, അതായത് ഈ സോമയാജിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇദ്ദേഹമാണ് ബ്രാഹ്മണരിൽ ഏറ്റവും അസ്മാകം ബ്രാഹ്മണാനാം രാജ എന്നൊക്കെ പറഞ്ഞത്. അതായത് ബ്രാഹ്മണരിലെ ഏറ്റവും ഉത്തമ ശ്രേഷ്ഠനായിട്ടുള്ള വ്യക്തിയാണ് യജമാനൻ എന്ന് പറയുന്നത്. എന്തായാലും ഇന്നിവിടെ നടക്കുന്ന അതിരാത്രം ഇപ്പോൾ ഏകദേശം 112 വർഷങ്ങൾക്ക് ശേഷം പകഴിയം എന്ന് പറയുന്ന ഒരു സമ്പ്രദായത്തിന്റെ പുനരുദ്ധാരണമാണ് ശരിക്കും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഇന്നിപ്പോ ഇതിന്റെ ക്രിയകൾ പലതും പഴയ പല ഗ്രന്ഥങ്ങളിൽ നിന്നൊക്കെ പകർത്തിയെടുത്തിട്ടാണ് ഇപ്പോൾ നമ്മളിവിടെ ഇത് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതിനെ ട്രെയിൻ ചെയ്യാൻ, ഇത് പഠിപ്പിക്കാൻ കൃത്യമായിട്ട് ക്രിയ അറിയുന്ന ആൾക്കാർ വളരെ വിരളാണ്. അതും ഏകദേശം കഴിഞ്ഞ ഒരു വർഷമായിട്ട് അതികഠിനമായിട്ട് പ്രയത്നിക്കുന്നതിന്റെ ഒരു ഫലമാണ്, അല്ലെങ്കിൽ ഒരു പരിപൂർത്തിയാണ് ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിലൂടെ നമ്മുടെ നാടിനും, അതായത് ശരിക്കും ഈ അതിരാത്രത്തിലുള്ള ക്രിയകളെ ബ്രീഫായിട്ടൊന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിന്റെ ഒരു മൊത്തത്തിലൊരു താത്വികമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ശരിക്കും ഒരു പുനർനിർമ്മാണമാണ്. അതായത് നമ്മുടെ നാട്ടിൽ നടക്കുന്ന പല തരത്തിലുള്ള ഒരു നെഗറ്റീവായിട്ടുള്ള പല കാര്യങ്ങളെയും ശരിക്കും എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമുക്ക് ഈശ്വരീയമായിട്ടുള്ള ചിന്തകളും ഒക്കെ വളരെ കുറവാണെന്ന്. ആ കാരണങ്ങളെ കൊണ്ട് തന്നെ നടക്കുന്ന ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു എനർജി അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ നമ്മുടെ നാട്ടിലുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ചുറ്റും നോക്കുന്ന സമയത്ത് ഒരുപാട് പല ബുദ്ധിമുട്ടുകളും കാണും. അപ്പൊ ഈ തരത്തിലുള്ള നെഗറ്റീവ് എനർജിയെ ഉന്മൂലനം ചെയ്ത് വീണ്ടും അവിടെ ഒരു വളരെയധികം വൈബ്രേറ്റിംഗ് ആയിട്ടുള്ള ഒരു പോസിറ്റീവ് എനർജി നിറയ്ക്കുക എന്നുള്ളതാണ്, ആ ഒരു ദേശത്ത് മുഴുവൻ നിറയ്ക്കുക എന്നുള്ളതാണ് ഈ അതിരാത്രത്തിലൂടെ നടക്കുന്നത്. ആദ്യം തന്നെ യജമാനൻ ദീക്ഷ സ്വീകരിക്കുകയാണ് ചെയ്യുക. ദീക്ഷ സ്വീകരിക്കുന്ന യജമാനന്റെ അവസ്ഥ എന്ന് പറയുന്നത് ഒരു ഗർഭസ്ഥ ശിശുവിന്റെയാണ്. അതായത് ആദ്യം തന്നെ ഒരു ഗർഭസ്ഥ ശിശുവായി മാറി സ്വയം പുനഃസൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. അതായത് പുനഃസൃഷ്ടി കാരണം നടക്കുന്ന ദിവസം, വീണ്ടും പുനഃസൃഷ്ടിക്കുന്ന ദിവസം നാളെയാണ്. അതായത് ദീക്ഷ കഴിഞ്ഞ് അത് പിന്നെ വീണ്ടും ഒരു അവാന്തര ദീക്ഷ എന്ന് പറഞ്ഞിട്ട് വീണ്ടും വേറൊരു ദീക്ഷയും കൊണ്ട് സ്വീകരിക്കും. എന്ന് പറഞ്ഞാൽ അങ്ങനെ സ്വയം ഒരുപാട് ത്യാഗം ചെയ്തുകൊണ്ട് സ്വന്തം ദേശത്തിനും സ്വന്തം രാജ്യത്തിനൊക്കെ വേണ്ടി വളരെയധികം ഒരു സ്വയം അങ്ങോട്ട് സമർപ്പിക്കുന്ന ഒരു അവസ്ഥയാണ് ഇതിലൂടെ ശരിക്കും സംഭവിക്കുന്നത്. ഇതാണ് അതിരാത്രത്തിനെ കുറിച്ച് ഏറ്റവും ചുരുങ്ങിയ വാക്കുകളിൽ നമുക്ക് പറയാൻ പറ്റുക. അതിന്റെ ഓരോ ക്രിയകളുടെയും പിന്നിലും ഒരുപാട് വലിയ വലിയ തത്വങ്ങൾ മറിഞ്ഞു കിടക്കുന്നുണ്ട്. ശരിക്കും പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ഇവിടെ എല്ലാം പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഉപകരണങ്ങൾ വരെ അങ്ങനത്തെ സാധനങ്ങളെ ഉപയോഗിക്കുന്നുള്ളൂ. ഇത്രയും ചിട്ടയായിട്ട് അതിരാത്രം അല്ലെങ്കിൽ ഇങ്ങനത്തെ യാഗങ്ങൾ നടക്കുന്ന ഒരു ദേശമായിട്ട് നമ്മുടെ നാട് മാറുന്നു. അതിൽ നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാവുന്നതാണ്. നമസ്കാരം.